ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട്സ് 3 പേര് അന്തം വിട്ട് പോയിരുന്നു. എത്ര വലിയ കമ്പനിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കമ്പനി ജോയിൻ ചെയ്ത് അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. എൻ്റെ പേര് മിയ, ഞാൻ ഈ കമ്പനീൻ്റെ CEO ആണ് എന്ന് പറയും. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്മാരായിരുന്നു. അങ്ങനെ 3 പേർക്ക് സീറ്റ് കിട്ടിയായിരുന്നു. ഹീറോയ്ക്ക് ഒരു സീറ്റ് കിട്ടിയായിരുന്നു. ഹീറോ ചിറ്റിട്ട് പറയുന്നു, ഗേൾ പറയുന്നു ഇതിലെ ഫോട്ടോസ്. അങ്ങനെ ഹീറോയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസ് മിയ കൂടെ ഫ്രണ്ട് മതിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാറ്, ബ്ലാക്ക് കാർ വന്നായിരുന്നു. ഹീറോയോട് സംസാരിക്കായിരുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് കാർ വന്നു. ആ കാറിൽ ഒരു ആൻറ്റി നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നിരുന്നു. അത് ഇറങ്ങിയിട്ട് ആ കമ്പനിക്ക് അകത്ത് കയറിയിരുന്നു. എല്ലാവരും ബൗ ചെയ്യാൻ തുടങ്ങി. ഹായ് ഹലോ എന്ന് പറയായിരുന്നു. അതേ മിയാൻ്റെ അടുത്ത് വന്നായിരുന്നു. മിയാൻ്റെ കമ്പനിനകത്ത് അങ്ങനെ ഇരുന്നായിരുന്നു. ഹായ് ഹീറോയിനെ വിളിച്ചായിരുന്നു. ഹീറോയിൻ വന്നിരുന്നു. എന്താ പ്രശ്നമെന്ന് പറഞ്ഞു. ഹീറോയിനെ കോൾ ചെയ്ത് പറയായിരുന്നു. ഹീറോയിൻ അങ്ങനെ ആൻറ്റി ഇരുന്നിട്ട് സ്റ്റൈലായിരുന്നായിരുന്നു. എന്താ ഇതെൻ്റെ ബോയ്, എൻ്റെ കുട്ടികളാണ്, എൻ്റെ കുട്ടികൾക്ക് ഗേൾ തേടുമെന്ന് പറയായിരുന്നു. 7 ബോയ്സ്ക്ക് മാരേജ് ചെയ്യണം, നല്ല ഗേൾ എനിക്ക് വേണം, എന്നെ ഫുൾ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് പറയുന്നു ഇവരെ. അങ്ങനെയായിട്ട് ശരി മാം എന്ന് പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. പറഞ്ഞക്ക് എൻ്റെ മകനക്ക് കുട്ടികൾ കറക്റ്റ് വേണം എന്ന് പറയണു. ഏത് നല്ല കുട്ടികളെന്ന് പറയണു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ടൊന്നും നടന്നിട്ട് പോകും. അങ്ങനെയായിട്ട് ഹീറോ അകത്ത് വരുന്നു. ആൻറ്റി നോക്കായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഒരു ലുക്ക് ഇട്ടിട്ട് അവിടുന്ന് പോയിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാ ഇങ്ങനെ ലുക്ക് ഇടുന്നത് എന്ന് പറയുന്നു. ആ മോളെ എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചിയാണ് വിളിക്കുക. അതെ മിയ വലുതാണ് മോളെ. അല്ല പ്രിയ പറഞ്ഞക്ക് ഇത് കൊടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് മിയ പറയുന്നു. ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാം, എനിക്ക് കമ്പ്യൂട്ടർ കൊണ്ട് വരാറുണ്ട്. അത് അവരുടെ കമ്പനി ഉണ്ടായിരുന്നു, കമ്പനിയായിരുന്നു. അത് പറഞ്ഞ സിസ്റ്റം വഴി അത് പറഞ്ഞാൽ അത് പറഞ്ഞ എല്ലാവരും ഇഷ്ടമായിരുന്നു. മിയ വന്ന് ഹീറോയുടെ അടുത്തിരുന്നായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് മിയ പറഞ്ഞു കൊടുക്കുക. ഹീറോ അതുമാതിരി ചെയ്തു. ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് നിറച്ച് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പറയുന്നു, മിയ ചേച്ചി എന്ത് പറ്റി, ഞാൻ കൊടുത്തിരുന്നു, ഇതിൽ നിറയെ ഗേൾസ് വന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു, അതേ ഇവൾ കൊടുത്തിട്ട് നിറയെ വന്നിരുന്നു, നിറയെ ഗേൾസ് വന്നായിരുന്നു. അത് നിറയെ ഗേൾസിൻ്റെ ഫോട്ടോസ് അത് ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് ഫോട്ടോസിൽ വരായിരുന്നു. മിയ പറയുന്നു, മോ പ്രിയ എൻ്റെ കൂടെ വരാൻ പറ്റുമോ? പ്രിയ പറയുന്നു, എന്താ പറയുന്നത്, വാ എൻ്റെ കൂടെ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് കുറേ ഗേൾസ് വന്നായിരുന്നു. അതുകൊണ്ട് ആ കമ്പനിക്ക് അവർ ഒരു വീട്ടിലൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. കാർ ഡ്രൈവ് ചെയ്ത് തുടങ്ങി മിയ. അങ്ങനെ മിയ ഇറങ്ങി വന്നു. വലിയ വീടാണ്. ആ ഡോർ തുറന്ന് വലിയ ഗേട്ടാണ്. മിയ പോക്കെ ചേച്ചി മിയ പറയുന്നു, എന്താ ഷോക്കായിരുന്നു ഹീറോയി. മിയ ചേച്ചി ഇത്ര വലിയ വീടാ, എന്ത് പാലസാണോ? അല്ല അകത്ത് വാന്ന് പറയായിരുന്നു. അത് വീടാന്ന് പറഞ്ഞു. വെള്ളം അടച്ചു. അകത്ത് ഡോർ തുറന്ന് അകത്ത് അവിടെ ജോലി ചെയ്തതാണ്. അകത്ത് തുറന്ന് അങ്ങനെ അകത്ത് വന്ന് നോക്കുമ്പോൾ വലിയ വീടാണ്. ആൻറ്റി ഇറങ്ങി സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് ഒരു ജോലിക്കാർ വിളിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ആൻറ്റിയാണ് വിളിച്ചായിരുന്നു. ആ വീട്ടിൽ ജോലി ചെയ്യുന്ന കുക്ക് ചെയ്യുന്ന ഒരാൾ വിളിച്ചായിരുന്നു. അങ്ങനത്തെ ഇറങ്ങി വന്നായിരുന്നു. അങ്ങനെയായിട്ട് വന്നായിരുന്നു. പീറ്റേഴ്സ് മെമ്പറിൻ്റെ മമ്മിയായിരുന്നു അത്. പീറ്റേഴ്സ് മെമ്പർക്കാണ് പെണ്ണ് നോക്കാൻ പറഞ്ഞത്. അങ്ങനെ വന്നായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നായിരുന്നു. ഗേൾസിൻ്റെ ഫോട്ടോസ് എല്ലാം പറയാം മാം. ശരി ഓക്കെ ബോയ്സ് എന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ 7 പേർ ഇറങ്ങിയിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ഇറങ്ങിയിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. 7 പേർ പറയുന്നു, മോം എന്താ എടാ നിനക്ക് പെണ്ണ് നോക്കിയിട്ടുണ്ട്, ഇതിലേതാ പെണ്ണ് നിങ്ങൾക്ക് പൊളിച്ചിട്ടുണ്ട് പറയുന്നു. അങ്ങനെ 7 പേർ പറയുന്നു. അങ്ങനെ 7 പേർ ഫോട്ടോസ് കാട്ടിയായിരുന്നു. അവർക്ക് 7 പേർക്ക് പെണ്ണ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മമ്മി എനിക്ക് ഗേൾസ് ഇഷ്ടപ്പെട്ടില്ല എന്നത് ബോയ്സ് പറയായിരുന്നു. ശരി ഓക്കെ അങ്ങനെയായിട്ട് പറയായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറയായിരുന്നു. എന്നേറെ ഗേൾസ് നേരെ വന്ന് ഞങ്ങൾക്ക് പിടിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു. ഹീറോയിനെ നോക്കുമായിരുന്നു. നോക്കിയിട്ട് അവർ കണ്ടുകാതെ പോവായിരുന്നു. എന്നിട്ട് ശരി കുറച്ച് ഡേയ്സ് വന്നു തുടങ്ങിയപ്പോൾ ഫോട്ടോസ് വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, മച്ചാ അത് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു. അങ്ങനെയായിട്ട് മിയ പറയായിരുന്നു, നിങ്ങൾ വാ പറയുന്നു. ചേച്ചി അത് വാ എന്ന് പറയുന്നു. അങ്ങനെ മിയൻ്റെ കൂടെ ഹീറോയിൻ്റെ 3 ഫ്രണ്ട്സ് വന്നായിരുന്നു. അങ്ങനെ കൊണ്ട് വീണ്ടും പോകാറുണ്ട് അതേ വീട്ടിലേക്ക്. അതിനായിട്ട് ഫസ്റ്റ് മിയ പറഞ്ഞ നിറയെ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കമ്പനി കാട്ടിയായിരുന്നു. മിയൻ്റെ കമ്പ്യൂട്ടർ കാട്ടിയായിരുന്നു. മിയ പറയുന്നു ഇതിലേത് പിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിട്ട് ഓരോന്നാൾ കമ്പ്യൂട്ടറിൽ കാടായിരുന്നു. ഹീറോയിൻ പറയുന്നു ഇപ്പോൾ ഹീറോയിൻ്റെ ചാൻസാണ്. ആൻറ്റി ഞാൻ പറയാം. ശരി ഓക്കെ മാ എന്ന് പറയുന്നു. ഹീറോയിൻ പറയുന്നു. മിയ കുറച്ച് ടയർഡായിരുന്നു. അങ്ങനെ മിയ ശരി നീ പറഞ്ഞു എന്ന് പറയുന്നു. പറയുന്നു. അങ്ങനെയായിട്ട് വീട്ടിൽ സംഭവം ഹീറോയിൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ ഒരു ലുക്കിടായിരുന്നു. ഓരോന്നാൾ ഹീറോയിൻ്റെ ഒരു ലുക്കിടായിരുന്നു. ഹീറോയിൻ പറഞ്ഞ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ലുക്ക് ഇടാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടോ എന്നാ പറയുമോ ഒരു ഡിസംബർ പറയാമോ. അങ്ങനെയായിട്ട് 7 പേർ പറയായിരുന്നു. ഇല്ല പിടിച്ചിട്ടാന്ന് പറയായിരുന്നു. അങ്ങനെ ഒരുപാട് ലുക്ക് ഇടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു. ആൻറ്റി അത് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു.
പൂജ ഈ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞോ എന്ന് പറയുന്നു. പൂജ പറഞ്ഞു ശരി ഓക്കെ എന്നത്. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നു. ഹലോ ആ ശരി ഓക്കെ ഞാൻ വരാം എന്നെ പറയണു. ഇതിൽ ഇങ്ങനെ 6 മാസം ശ്രദ്ധിക്കാതാണോ മാം എന്ന് പറയുന്നു. എൻ്റെ പൂജ പൂജ പറയായിരുന്നു മാം ഇവൾക്ക് അർജൻറ്റ് പോകാൻ പറയായിരുന്നു. അങ്ങനെ പൂജ കണ്ടോടെ ഹീറോ പറഞ്ഞു പാറടി പ്ലീസ് എന്ന് പറയായിരുന്നു. മാം ഇവൾക്ക് അർജൻറ്റായിട്ട് പോകണം പറഞ്ഞിട്ട്. എന്താ എന്താ മിയ കേൾക്കായിരുന്നു. ആ ഇല്ല ഇവൾക്ക് ഡേറ്റിംഗ് ആണ് അതുകൊണ്ട് മമ്മി പറയായിരുന്നു ചെക്കനെ നോക്കുമായിരുന്നു അങ്ങനെ പറയായിരുന്നു. അതായത് മിയ പറയായിരുന്നു കൺഗ്രാസ് ആ താങ്ക് യു മാം ഞാൻ പോവാം എന്നെ പറഞ്ഞു. ഹീറോ ഇടുന്ന് ഇറങ്ങിപ്പോയായിരുന്നു. ആ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഹീറോ എടുന്ന് പോയി. 7 പേർക്ക് ഡേറ്റിംഗാ അങ്ങനെ ഇങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെ വെച്ച് സമയമ്മയ്ക്കൊക്കെ എന്താണെന്ന് പറയുന്നത് ഇല്ല അവൾക്ക് അലർജി വന്നിട്ടുണ്ട് അവൾക്ക് നോക്കിയിട്ടുണ്ട്. ഇതില്ല ഇല്ലില്ല അവളുടെ ഫാമിലിയാണ് അവളുടെ ഒക്കെ എൻഗേജ്മെൻ്റാണ് നടക്കാൻ പോകുന്നത് അവളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. അതെ ഇപ്പോൾ സെറ്റായ മാരേജ് നെക്സ്റ്റ് എൻഗേജ്മെൻ്റ് ആണെന്ന് പറയും. ഓ അങ്ങനെയാണ്. ഈ ദിവസം മെമ്പർക്ക് ഷോക്കാൻ എൻഗേജ്മെൻ്റാണ് മമ്മി എനിക്ക് കുറച്ച് ലേറ്റായി. 7 പേർ എസ്കേപ്പ് ആയിരുന്നു. അവർ എവിടേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഹീറോയിനും എവിടേക്ക് പോകുന്നത് പറഞ്ഞ് പ്ലേസും കേട്ടായിരുന്നു. അങ്ങനെ 7 പേർ ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അതേ കപ്പ് ഷോപ്പാണ്. അതേ പറഞ്ഞാൽ എല്ലാവരും ജിന്നിനെ ഓർക്കുമായിരുന്നു. ജിന്നി പറയുന്നത് എന്തിനാണ് എന്നെ ഓർക്കുന്നത് ഇതിൻ്റെ കോഫ് ഷോപ്പല്ലേ അതേന്ന് പറഞ്ഞ് ജിന്നി തള ചെറിയായിരുന്നു. അതെ ജിന്നി കോഫ് ഷോപ്പാണ്. അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം ചെക്കന് ഓക്കെ ആണെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വന്നു ഇന്ന് ഹലോ എന്ന് പറയുന്നു. അങ്ങനെ ജിന്നു വന്ന് പറയുന്നു മറട്ട തുടങ്ങി ആ ചെക്കൻ. ജിന്നിനെ കണ്ടിട്ട് പേടിച്ച് പോയിരുന്നു. മാറിയത് ഇത് ഇഷ്ടപ്പെടില്ല എനിക്ക് പറയണം എന്ന് പറഞ്ഞ് ജിന്നു മറട്ടുന്നു. അതുകൊണ്ട് ചെക്കന് വന്നു ടെൻഷനായിരുന്നു. ഹീറോയ്ക്ക് എന്ത് പറ്റി ഒന്നുമില്ല ഇല്ല എനിക്ക് സെറ്റാകുന്നില്ല എനിക്ക് ഗേൾ ഫ്രണ്ട് സോറി പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോയിരുന്നു. എന്നിട്ട് സമാധാനമായപ്പ എന്നവർ സമാധാനമായിരുന്നു. ഇതിന് അവർ പുറകിൽ ഒരു വായിച്ച് കേട്ടു തിരിഞ്ഞൊക്കെ മമ്മി എന്ന് പറയണ കാത് എല്ലാവരും വിളിച്ച് കാത് തിരുമ്പ് എന്താടാ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളും എനിക്ക് ഡൗട്ട് വന്നത് എന്താടാ ചെയ്യാം മമ്മി എനിക്ക് അവളെ ഇഷ്ടമാണ് 7 പേർ പറയാലോ മമ്മിക്ക് ഷോക്ക്.